വയനാട് മേപ്പാടി ടൗണിനെ മുൾമുനയിലാക്കി കാട്ടാനക്കൂട്ടം. 2 കുട്ടിയാനയടക്കം 6ഓളം ആനകളെയാണ് കഴിഞ്ഞ രാത്രി പ്രദേശത്ത് നിന്ന് തുരത്തിയത്. ജനവാസ മേഖലയിലെ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം പ്രദേശവാസികളെയും ആശങ്കയിലാക്കി. ബുധനാഴ്ച രാത്രിയോടെയാണ് മേപ്പാടി ടൗണിനോട് ചേർന്ന് 500 മീറ്റർ മാത്രം ദൂരത്തുള്ള മാപ്പിളത്തോട്ടത്തിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത്. രാത്രിയോടെ തിരിച്ചു പോകേണ്ട കാട്ടാനക്കൂട്ടത്തിന് വഴി തെറ്റിയതിനാൽ പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിൽ തുടരുകയായിരുന്നു. പുലർച്ചെയായിട്ടും പ്രദേശത്തു നിന്ന് കാട്ടാനക്കൂട്ടം പോയില്ല. എന്നാൽ ജനവാസ മേഖലയുള്ള പ്രദേശമായതിനാലും സ്കൂളും മേപ്പാടി ടൗണും അടുത്തുള്ളതിനാലും ആനകളെ തുരത്തുന്ന ദൗത്യം വൈകിട്ടത്തേക്ക് നീട്ടുകയായിരുന്നു. ഇന്നലെ 5 മണിയോടെ ദൗത്യം തുടങ്ങിയെങ്കിലും കാപ്പിത്തോട്ടത്തിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ തന്നെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന പ്രദേശത്ത് നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് 7:30യോടെ മാപ്പിളത്തോട്ടത്തിൽ നിന്ന് കാട്ടാനക്കൂട്ടത്തെ മാറ്റാനായി. അതിനിടെ RRT സംഘത്തിന് നേരെയും കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. ഇതിനിടെ ഇന്നലെ വീണ്ടും മേപ്പാടി പുഴമൂല ഭാഗത്ത് കാട്ടാനയെത്തി. രാത്രി 9 മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാനയെത്തിയത്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നതിൽ മേപ്പാടിയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. കാട്ടാനയുടെ വരവ് പ്രതിരോധിക്കാൻ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.